പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം കലിയുഗ ജ്യോതിഷന്റെ പ്രണാമം. ഞാന് കഴിഞ്ഞ തവണ ദുബായ് എന്ന് പറഞ്ഞപ്പോ ഒത്തിരി ആൾക്കാര് എന്നെ കാണാൻ വേണ്ടി വന്നു. കൊച്ചിൻ പ്രദേശാണ് ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവുകൊണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഇന്ന കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെല്ലാം കഴിവുള്ള ഇവിടെയുണ്ട്. 91 പ്രവചനങ്ങളുമായി എത്തിച്ചേരുകയാണ്. 250 രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അവിടെ കഷ്ടനഷ്ടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നമുക്ക് പ്രവചനത്തിലേക്ക് തുടങ്ങാം. ഇതില് മോശമായിട്ടുള്ള ഒരു പ്രവചനങ്ങളും നടക്കരുതേ. ഹരഹര ശംഭോ മഹാദേവ്, ശിവ ശിവ ശംഭോ മഹാദേവ്. പൊന്നു പടച്ച തമ്പുരാനെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അർജുൻ എന്ത് സംഭവിച്ചു? നിരന്തരമായിട്ട് ഇനി സാറിനെ കൊണ്ടേ അത് പറയാൻ പറ്റുള്ളൂ. സാർ അത് പറയണം. ഒന്ന് പോവാടാ വണ്ടിക്കുള്ളില് ഒരുപക്ഷെ അർജുൻ കണ്ടില്ല എന്ന് വരും. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഉറക്കെ കരയിലേക്ക് റിപ്പോർട്ടർമാരോട് വിളിച്ചു പറയുന്നുണ്ട് അതിനകത്തൊരു മൃതദേഹം ഉണ്ട് എന്ന്. ഓ പ്രവചന സിംഹമേ. കലിയുഗ ജ്യോതിഷന്റെ 2024 പ്രവചനം സത്യമായിരിക്കുകയാണ്. കലിയുഗ ജ്യോതിഷൻ ആദ്യം പറയും, ലോകം പിന്നീട് അത് ശരിവയ്ക്കും. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. NDA സഖ്യത്തിന് 350 പരം സീറ്റുകൾ ലഭിക്കും. ഒരു 18, ഒരു 20. പ്രവചനമൊക്കെ അച്ചട്ടായിരുന്നു. ഇപ്പോൾ 292 സീറ്റുകളിൽ ആണ് NDA സഖ്യം വിജയിച്ചു നിൽക്കുന്നത്. നീ അങ്ങോട്ട് നോക്കി. മേം കേരള से കലിയുഗ ജ്യോതിഷൻ है. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? वो अपना इलेक्शन चल रहे, केरला में इलेक्शन आने वाला है. कोई लड़की लोग देखी है, मुझे लगता है आप गलती से इधर आए. ये इलेक्शन में अपना केरला में നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെല്ലാം ചീഫ് ആയിരുന്നില്ലേ? എന്തായാലും കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് വരും. UDF കേരളം ഭരിക്കും 2021. അതെ അതെ ഭരിച്ചോണ്ടിരിക്കുക. ഇന്ന് പ്രവചനത്തിന്റെ ദിവസമാണ്.